ഹിന്ദു കലണ്ടർ, അതായത് ശകവർഷ കലണ്ടർ, രണ്ട് തരത്തിൽ മാസങ്ങൾ കണക്കാക്കും. പൂർണിമാന്തമായിട്ടും അമാന്തമായിട്ടും. അതായത് പൂർണിമയിൽ അവസാനിക്കുന്നതായിട്ടും അമാവാസിയിൽ അവസാനിക്കുന്നതായിട്ടും രണ്ട് സമ്പ്രദായത്തിൽ കണക്കാക്കും. പൂർണിമയിൽ അവസാനിക്കുന്നത് മാഘമാസം മാഘപൂർണിമയിൽ അവസാനിക്കുകയും അമാവാസിയിൽ അവസാനിക്കുന്നത് ശിവരാത്രിയിൽ അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ പൂർണിമയിൽ അവസാനിക്കുന്നത് പൗഷപൗർണമിയുടെ പിറ്റേന്ന് തുടങ്ങും. ഇത് രണ്ടും കൂടി ചേർത്തുകൊണ്ടാണ് കുംഭമേളകളും പ്രയാഗ്രാജിലും മറ്റുമുള്ള മഹാമാഘ മഹോത്സവങ്ങളുമൊക്കെ ആഘോഷിക്കപ്പെടുന്നത്. അതായത് ജനുവരി ഈ വർഷം 2026 ജനുവരി 3 മുതൽ ഫെബ്രുവരി 15 വരെ. അപ്പോൾ അത് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള മാസമാണ് മാഘം എന്ന് പറയുന്നത്. നിരവധി ദിവ്യമുഹൂർത്തങ്ങളാൽ നിറഞ്ഞ ഒരു മാസമാണ്. അതിലേറ്റവും വിശേഷപ്പെട്ട പക്ഷമാണ് ഈ രണ്ട് രീതിയിലുള്ള കാലഗണനയിലും വരുന്ന പക്ഷമാണ് മൗനി അമാവാസി മുതൽ മാഘ പൂർണിമ. ഈ മാസങ്ങൾക്ക്, ശകവർഷത്തിലെ മാസങ്ങൾക്ക് പേര് വരുന്നത് അത് ഏത് നക്ഷത്രത്തിലാണ് അല്ലെങ്കിൽ ഏത് വിശേഷപ്പെട്ട നക്ഷത്രത്തിലാണ് പൂർണിമ വരുന്നത് എന്നുള്ളത് കണക്കാക്കിയിട്ടാണ്. അപ്പം അത് മാഘമാസം മകം നക്ഷത്രത്തിലാണ് പൂർണിമ പഴയ കാലത്ത് വന്നിരുന്നത്. ഇന്ന് അതിൻ്റെ നമ്മുടെ ഭൂമിയുടെയൊക്കെ ഗതിവ്യത്യാസം കൊണ്ട് 1-2 ദിവസത്തെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും മകമാണ് മാഘമാസത്തെ ഏറ്റവും വിശേഷപ്പെട്ട നക്ഷത്രം. മകത്തിൻ്റെയും രാശി സിംഹമാണ്. അപ്പം അതുപോലെ നമ്മൾ ഇതിൽ മാഘഗുപ്ത നവരാത്രി എന്ന് പറയുന്ന ദശമഹാവിദ്യകളെ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഏറ്റവും ആന്തരികമായിട്ടുള്ള സാധനയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ട നവരാത്രിയാണ് ഈ മൗനി അമാവാസി കഴിഞ്ഞ് തുടങ്ങുന്ന മാഘപ്രതിപദം തൊട്ടുള്ള 9 ദിവസങ്ങൾ. അതിൽ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട ദിവസം വരുന്നത് ചതുർത്ഥി ദിനമായിട്ടുള്ള 4ാമത്തെ ദിവസം ഗണേശ ജയന്തിയാണ്. ഗണേശ ഭഗവാൻ അവതരിച്ച ദിവസം. അതിന് തൊട്ടടുത്തത് ശാരദാ പഞ്ചമി, വസന്ത പഞ്ചമിയാണ്. വിദ്യയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സരസ്വതി പൂജയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. അത് കഴിഞ്ഞിട്ട് രഥസപ്തമിയാണ്, സൂര്യന് ഏറ്റവും വിശേഷപ്പെട്ട ദിവസം. 7 തേരുകൾ, നമ്മുടെ ആഴ്ചയിലെ 7 ദിവസങ്ങളെ പ്രതികരിച്ചുകൊണ്ട് 7 കുതിരകളെ പൂട്ടിയ തേരിൽ സൂര്യഭഗവാനെ ആരാധിക്കുന്ന, നവഗ്രഹങ്ങളെ പൂജിക്കുന്ന, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. അത് കഴിഞ്ഞ് ഭീഷ്മർ സ്വർഗാരോഹണം ചെയ്ത വിഷ്ണു സഹസ്രനാമം അവതരിച്ച ഭീഷ്മാഷ്ടമിയാണ്. അത് കഴിഞ്ഞ് മഹാനന്ദാദേവിയാണ് ഈ മാഘഗുപ്ത നവരാത്രിയുടെ ഭഗവതി. മഹാനന്ദാദേവിയുടെ നവമിയാണ്. അതിൻ്റെ പിറ്റേ ദിവസം വിജയദശമിയാണ്. പിന്നെ അടുത്തത് ജയ ഏകാദശിയാണ്. സാധാരണ ഏകാദശി വ്രതം നമ്മുടെ പുണ്യപ്രാപ്തിക്ക് വേണ്ടിയാണെങ്കിൽ ജയ ഏകാദശി പാപനാശനത്തിനും കൂടിയാണ്. തുടർന്ന് വരുന്നത് വിശ്വകർമ്മ ജയന്തിയാണ്. ഈ വിശ്വത്തെയും ഇന്ന് കാണുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളെയും സൃഷ്ടിക്കുന്നതിൻ്റെ ഏറ്റവും പിന്നിലുള്ള പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ള ദേവതയായിട്ടുള്ള വിശ്വകർമാവിൻ്റെയാണ്. പിന്നെ പൗർണിമകളിൽ വളരെ വിശേഷപ്പെട്ട ഒന്നാണ് മാഘപൗർണമി. മാഘപൗർണമിയാണ് ഷോഡശി മഹാവിദ്യയുടെ തിരുവവതാര ദിവസം. അന്ന് തന്നെയാണ് തൈപ്പൂയം എന്നുള്ള ഒരു വൈശിഷ്ട്യം കൂടി അതിനുണ്ട്. ഒരു ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാഘമാസത്തെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള നക്ഷത്രമായിട്ടുള്ള മകം നക്ഷത്രവുമാണ്. അപ്പം അങ്ങനെ 16 ജനുവരി 16 മാസ ശിവരാത്രി ദിവസം തുടങ്ങുന്ന പ്രായശ്ചിത്ത ക്രിയകൾ, ശ്രാദ്ധ ക്രിയകൾ വിശേഷിച്ചും വൈദികമായിട്ടും കൗളമായിട്ടും ശ്മശാനക്രിയ അടക്കമുള്ള പാരമ്പര്യ പ്രായശ്ചിത്ത ക്രിയകളായിട്ടും ജനുവരി 18 മൗനി അമാവാസിയോടുകൂടി പൂർത്തീകരിച്ച് മാഘ പ്രതിപദത്തിന് ജനുവരി 19 ധർമ്മധ്വജ ആരോഹണം നടത്തി പിന്നീടുള്ള ഓരോ ദിവസത്തെയും വിശേഷാൽ പൂജകൾ, സ്നാനം, ധാർമ്മികമായിട്ടുള്ള ചർച്ചകൾ, സത്സംഗങ്ങൾ, നിള ആരതി, അങ്ങനെ ഭിന്നമായിട്ടുള്ള പരിപാടികളിലൂടെ മാഘമാസത്തിലെ മകം നക്ഷത്രത്തിൽ ഫെബ്രുവരി 3 അവസാനിക്കുന്ന തരത്തിലാണ് മാഘമാസ മഹോത്സവം ഈ വർഷം തിരുനാവായയിൽ നവാമുകുന്ദൻ്റെ മുമ്പിൽ സംഘടിപ്പിക്കുന്നത്.